written by Dinu Thomas. ആഗസ്റ്റ് സിനിമാസ് ബാനറിൽ ജിത്തു ജോസഫ് ഡയറക്ഷൻ ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ അനസ്. ഇറ്റ്സ് മീ അജേഷ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മൂവി റിവ്യൂയിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയ അജേഷ് ഏട്ടൻ്റെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഓക്കെ, സ്റ്റീരിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ അജേഷ് ഏട്ടൻ ചെയ്ത വർക്കാണോ? നിങ്ങൾ കൊലമാസം അല്ലെങ്കിൽ മരണമാസം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അജേഷ് ഏട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം, മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പല ഡിസൈനിലായിട്ടുള്ള കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തന്നോളൂ. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് പോവാം. റിട്ടൺ ബൈ ദിനു തോമസ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഷാജി നടേശൻ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മൂവി. തുടക്കം മുതൽ ഒടുക്കം വരെ പക്ക ത്രില്ലർ പടാണ്. മൂവിന്റെ ഒരു ഓൾ ത്രൂ ഔട്ട് എല്ലാവരും അല്ലേ ഒരു മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ അയ്യപ്പനും കോശിക്കും ശേഷം ബിജു മേനോൻ നല്ലൊരു പോലീസ് വേഷത്തിൽ വന്നിട്ട് ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയും. ബിജു മേനോന്റെ കരിയർ ബെസ്റ്റ് പടാണ്. ബിജു മേനോന്റെ കരിയർ ബെസ്റ്റ് പടാണ്. ക്രൈം ത്രില്ലർ ആണ് ആക്ച്വലി ഒരു മൂവിന്റെ ഒരു ജോണർ വരുന്നത്. എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് ട്വിസ്റ്റുകൾക്കും അതേപോലെ തന്നെ സസ്പെൻഷനുകൾക്കും അപ്പുറം ഇമോഷൻസിന് കൂടുതൽ ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മൂവിയാണത്. ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ബിജു മേനോൻ ആൻഡ് ലെനോ, ജോജു ജോർജ്, നിരഞ്ജന, പിന്നെ ലെനോ ഷോയ്, ഇവരൊക്കെയാണ് ഈ ഒരു മൂവിയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഒരു ഇന്റർവെൽ വരെ നന്നായിട്ട് പീക്ക് ലെവലായിരുന്നു. കാരണം ആ ഒരു ജിത്തു ജോസഫ് എന്നുള്ള ഡയറക്ടർ അല്ലെങ്കിൽ സംവിധായകന്റെ കംപ്ലീറ്റ്ലി അദ്ദേഹം മൂവിയിൽ യൂസ് ചെയ്യുന്ന ട്രിക്സ് എല്ലാം ഒരു പരിധി വരെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം യൂസ് ചെയ്തിട്ടുണ്ട്. ദൃശ്യം അല്ലെങ്കിൽ ദൃശ്യം 2 അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ കണ്ട അത്രത്തോളം എത്തിയോ എന്നുള്ളത് ഇതിൽ ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. അത് പല ആളുകളും കാണുന്നതിനനുസരിച്ചായിരിക്കും എടുക്കാം. ഓക്കെ, എന്നാലും ഒരു ഇന്റർവെൽ വരെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ്ലി ഒരു ഫസ്റ്റ് ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു രീതിയിലോട്ടാണ് ഇന്റർവെൽ വരെ അവർ എത്തിച്ചിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്റർവെല്ലിന് ശേഷമാണ് പിന്നെ നമുക്കൊരു ഒന്നുകൂടെ അതായത് പല ടെക്നിക്കലായിട്ട് പലതും കണക്ട് വന്നിട്ടുള്ളത്. ഡയറക്ഷൻ അതിൽ അടിപൊളിയായിട്ട് ആ ഒരു ടെക്നിക്കൽ ഉപയോഗിച്ചു. പക്ഷെ അത് മൂവി കാണുന്ന ആളുകൾക്ക് അത് എത്രത്തോളം അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത്. കാരണം ഹാഫ് ടൈമിന് ശേഷം പടം വളരെ ഒരു ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല ട്രിക്കി കണക്ട് ആയിട്ടുള്ള പല വേർഡുകളും ബിജു മേനോൻ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതും അത് ഫിഗർ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് അത് മനസ്സിലാവും എന്നുള്ളത് അറിയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഹാഫിലുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആയിട്ടല്ല അത് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇതിന്റെയൊക്കെ പ്രൊഡക്ഷന് നമുക്ക് ഓൾറെഡി ചെറിയ ചെറിയ സീനുകൾ കഴിയുമ്പോഴേക്കും തന്നെ നമുക്കത് മനസ്സിലാവേണ്ട ഇത് ഇന്നതാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അടുത്ത സിനാരിയോ എന്നുള്ളത്. അതായത് നിയറസ്റ്റ് റീസെന്റ് ഇറങ്ങിയ പല മൂവികളായിട്ടും കണക്റ്റഡ് തന്നെയാണ്. കാരണം അത് സെക്കൻഡ് ഹാഫിൽ മാത്രമേ ഉള്ളൂ. കാരണം ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ ആ ഒരു ജോണർ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരിക. കാരണം ഒരു പ്രൊപ്പഗണ്ടാസ്, അത് ക്രൈം ത്രില്ലർസിന്റെ പ്രൊപ്പഗണ്ടാസ് കംപ്ലീറ്റ് ഇതിൽ നല്ലൊരു മെസ്സേജാണ് രക്ഷിതാക്കൾക്ക്. സമൂഹത്തിൽ നടക്കുന്ന പല സൈക്കോസ് പാത്ത് കാര്യങ്ങൾ ഇതിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് രക്ഷിതാക്കൾക്ക് ഉള്ള ഏറ്റവും നല്ലൊരു മെസ്സേജസ് ആണ്. ഒരു അഡ്വൈസ് ആണ്. രക്ഷിതാക്കൾ മസ്റ്റ്ലി തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു പുതു തലമുറ എങ്ങനെയായിരിക്കും അവരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള വളർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആ ഒരു പശ്ചാത്തലത്തിലേക്ക് പറയുന്നുണ്ട്. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലെൻ എടുത്ത് പറയുകയാണെങ്കിൽ ലെനന്റെ ആക്ടിങ് അത്യാവശ്യം കൊള്ളാം. വൈകാരികമായിട്ടുള്ള നിമിഷമൊക്കെ നന്നായിട്ട് അവര് പെർഫോമൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു മേനോനും നേരത്തെ പറഞ്ഞ പോലെ കരിയർ ബെസ്റ്റ് നല്ലൊരു മൂവി. അതായത് ആ ത്രൂ ഔട്ട് ബിജു മേനോനാണ് ആ ഒരു മൂവിയുടെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ജോജു ജോർജ് ആണ് പിന്നെ ഉള്ളത്. ജോജു ജോർജ് നമുക്ക് ആ ഒരു ജോസഫ് പുള്ളിയുടെ മുമ്പത്തെ പടക കണ്ട പോലെ തന്നെ ഒരു ജോസഫ് ആ ഒരു അതേ ഇതിനാണ് ഇതിലേക്കും പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും അദ്ദേഹത്തിന്റെ ലെവൽ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് വൈസ്. പിന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും മൊത്തത്തിൽ തോന്നിയിട്ടില്ല. ലേഖോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. സീൻ വൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രെയിംസുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല സീനറി, നല്ലൊരു ഫ്രെയിമുകള് നല്ല ഫ്രെയിമായിട്ട് നല്ല തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ കുറച്ച് സ്പീഡിലാണ് പടം പോകുന്നത്. അപ്പൊ അതിന്റെ ഓരോ സീനുകളും സീനുകളും നമുക്ക് എടുത്തു പറയാവുന്നതാണ്.
ഒരു ചില പെട്ടെന്ന് ആ ഒരു അല്ലേ സെറ്റപ്പ് അതൊക്കെ അടിപൊളിയായി. ക്യാമറ വർക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായി, നല്ല ഉഷാറാണ്. ഡെഫിനറ്റ്ലി ഇതെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണ്. എക്സ്പെഷ്യലി കുറെ കാലത്തിന് ശേഷമാണ് ജിത്തു ജോസഫിന്റെ നല്ലൊരു മൂവി വരുന്നത്, ഇതുപോലത്തെ ഒരു ക്രൈം ത്രില്ലർ വരുന്നത്. തിയേറ്ററിൽ എൻ്റർലി നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച ഒരു ഇത് തന്നെയാണ്, മൂവി തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഇനി ഞങ്ങളുടെ ഈ ഒരു കൊച്ചു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ അനസ്, ഇറ്റ്സ് മീ അജേഷ്, സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു.